നമസ്കാരം. 2026 ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ 2026 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. മധ്യവർഗക്കാരും സാധാരണക്കാരുമായ ഇടത്തരക്കാരുമായ ശമ്പളക്കാരും ഉയർന്ന പ്രതീക്ഷയിലാണ് ഈ ബഡ്ജറ്റിനെ കാണുന്നത്. ആദായ നികുതി തന്നെയാണ് ഇത്തവണയും ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ ഏകദേശം 12 ലക്ഷം രൂപ വരെ വരുന്ന വരുമാനം നികുതിരഹിത വരുമാനമാക്കി കണക്കാക്കി ചെറുതായുള്ള ഒരു ആശ്വാസം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ഇത്തവണ അത് 17 ലക്ഷം വരെ ഉയർത്തും എന്നാണ് അറിയുന്നത്. നമ്മുടെ ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്നു അരുൺ ജെയ്റ്റ്ലി. അതിനു മുമ്പേ വരെ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരിയിലെ അവസാന വർക്കിംഗ് ഡേയിലായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്നുള്ളത് C.D. ദേശ്മുഖാണ്. ആ സ്ഥാനത്തേക്ക് നിർമ്മലാ സീതാരാമൻ എത്തുകയാണ്. ആ ഒരു റെക്കോർഡ് നിർമ്മലാ സീതാരാമന് കൂടി വന്നു ചേരും. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാരാണ് 1 ജവഹർലാൽ നെഹ്റു, 2 ഇന്ദിരാഗാന്ധി, 3 രാജീവ് ഗാന്ധി. ഈ 3 പ്രധാനമന്ത്രിമാരാണ് ഇന്ത്യയിൽ കേന്ദ്ര ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് ഇന്ത്യയിലെ ജനങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും നല്ലൊരു ബഡ്ജറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.